പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. സൂം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ സൂം ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാം, ഒരു മീറ്റിംഗ് എങ്ങനെ അറ്റൻഡ് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു മീറ്റിംഗ് എങ്ങനെ നമുക്ക് കണ്ടക്ട് ചെയ്യാം എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തലാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത്. അതിനാദ്യമായി നമ്മൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്നും സൂം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. സൂം മീറ്റിംഗ് ഫോർ ഫ്രീ എന്ന് കാണിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് ഓപ്പൺ എന്ന് കാണിക്കുന്നത്. ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന പോർഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് നമുക്ക് കാണിക്കുന്നത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ 2-3 ഓപ്ഷനാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന് ജോയിൻ എ മീറ്റിംഗ്, സൈൻ അപ്പ് ആൻഡ് സൈൻ ഇൻ. ഇത് മൂന്ന് ഡിഫറെൻറ്റ് മെത്തേഡാണ്. അത് നമുക്ക് ആദ്യം ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ജോയിൻ എ മീറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു മാനേജർ കണ്ടക്ട് ചെയ്യുന്ന ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു, അതല്ലെങ്കിൽ ഒരു ടീച്ചർ കണ്ടക്ട് ചെയ്യുന്ന ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ജോയിൻ എ മീറ്റിംഗ് എന്ന് പറയുന്നത് മാത്രം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ആദ്യം നമുക്കതൊന്ന് പരിചയപ്പെടാം. ആദ്യം നിങ്ങൾ ജോയിൻ എ മീറ്റിംഗ് എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഒരു മീറ്റിംഗ് ID അല്ലെങ്കിൽ ജോയിൻ വിത്ത് പേഴ്സണൽ ലിങ്ക് നെയിം അല്ലെങ്കിൽ അവിടെ പേര് കൊടുക്കാനൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ ഈ മീറ്റിംഗ് ID എന്ന് പറയുന്നത് ഈ മീറ്റിംഗ് ആരാണോ കണ്ടക്ട് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ മാനേജറാണ് ചെയ്യുന്നതെങ്കിൽ മാനേജർ ആ മീറ്റിംഗ് ID നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതല്ല ടീച്ചർ ആണെങ്കിൽ ടീച്ചർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങളുടെ ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന ആരാണോ അതൊരു ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ആ ലിങ്ക് ത്രൂ നിങ്ങൾക്ക് ഈ ജോയിൻ എ മീറ്റിംഗ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ഒരു മീറ്റിംഗ് നേരത്തെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വെച്ച് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് പേര് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജോയിൻ എ മീറ്റിംഗ് അത് കൊടുക്കുക. ജോയിൻ എ മീറ്റിംഗ് കൊടുക്കുമ്പോൾ അടുത്തതായി ചോദിക്കുന്നത് പ്ലീസ് എൻ്റർ യുവർ മീറ്റിംഗ് പാസ്വേഡ്. ഈ മീറ്റിംഗ് പാസ്വേഡ് എന്ന് പറയുന്നതും മീറ്റിംഗ് ആരാണോ കണ്ടക്ട് ചെയ്യുന്നത്, ടീച്ചർ ആണെങ്കിൽ ടീച്ചർ, അതല്ല മാനേജർ ആണെങ്കിൽ മാനേജർ, അതല്ല HR, ആരാണോ ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് അവർ ഈ ഒരു പാസ്വേഡ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ആ പാസ്വേഡ് നിങ്ങൾ ഇതിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഇതിലേക്ക് നിങ്ങൾക്ക് കയറാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പാസ്വേഡ്, നേരത്തെ ഒരു പാസ്വേഡ് ഉണ്ട്, അത് ഞാൻ എൻ്റർ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ എൻ്റെ പഴയൊരു പാസ്വേഡ് വെച്ച് ഞാനത് മീറ്റിങ്ങിന് ഓപ്പൺ ആക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും, വെയിറ്റിംഗ് ഫോർ ദ ഹോസ്റ്റ് സ്റ്റാർട്ട് ദിസ് മീറ്റിംഗ്. അപ്പോൾ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്കിനകത്തോട്ട് വരാൻ സാധിക്കും. നിങ്ങൾക്ക് ഇനി മീറ്റിംഗ് ഇത് തുടങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് വെയിറ്റിംഗ് ഫോർ ദി ഹോസ്റ്റ് ടു സ്റ്റാർട്ട് ദിസ് മീറ്റിംഗ്. ഓക്കെ, താഴെ ഒരു സൈൻ ഇൻ എന്ന് പറയുന്നത് കാണിക്കുന്നുണ്ട്. ഇഫ് യു ആർ ദി ഹോസ്റ്റ് ലോഗ് ഇൻ ടു ദി സ്റ്റാർട്ട് ദിസ് മീറ്റിംഗ്. അതായത് ഹോസ്റ്റ് ആരാണോ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കണ്ടക്ട് ചെയ്യുന്ന ആരാണോ അവരാണ് ഇത് സൈൻ ഇൻ ചെയ്യേണ്ടത്. അത് നെക്സ്റ്റ് സ്റ്റെപ്പാണ്, അത് ഞാൻ പറഞ്ഞു തരാം. ഇത് നമ്മളിപ്പോൾ അറ്റൻഡ് ചെയ്യുന്നവർ സൈൻ ഇൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ മീറ്റിംഗ് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ ലീവ് എന്ന് പറയുന്നത് കാണാം. അവിടെ നിങ്ങൾ ലീവ് കൊടുക്കുക. ലീവ് മീറ്റിംഗ് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എക്സിറ്റ് പോകുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു എംപ്ലോയി അല്ലെങ്കിൽ ആരാണോ ആയിക്കോട്ടെ, ഇത് കണ്ടക്ട് ചെയ്യുന്നതല്ല മറ്റൊരാൾ എങ്ങനെയാണ് ഇത് മീറ്റിങ്ങിൽ എങ്ങനെ ജോയിൻ ചെയ്യുന്നു എന്ന് കാണിക്കുന്നത്. ഇനി അടുത്തത്, ഇത് എങ്ങനെയാണോ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ മാനേജർ അല്ലെങ്കിൽ ടീച്ചർമാർ ഇതെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ സൈൻ ഇൻ കൊടുക്കുക. അതിൽ സൈൻ ഇൻ കൊടുക്കുമ്പോൾ നമുക്കതിൽ ഇമെയിൽ അഡ്രസ്സ്, പാസ്വേഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ SSO, ഗൂഗിൾ, ഫേസ്ബുക്ക് അതുവഴിയെല്ലാം നമുക്കിതിൽ സൈൻ ഇൻ നേടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഗൂഗിൾ അക്കൗണ്ട് വഴി നമുക്ക് സൈൻ ഇൻ നേടാം. ഗൂഗിൾ അക്കൗണ്ട് വഴി സൈൻ ഇൻ ചെയ്യുമ്പോൾ ഞാനിവിടെ എനിക്ക് 3 ഇമെയിൽ ID ഉണ്ട്, അതുകൊണ്ടാണ് 3 ഇമെയിൽ ID കാണിക്കുന്നത്. നിങ്ങളുടെ ഇമെയിൽ ID ഏതാണോ അത് ഓൾറെഡി നിങ്ങളുടെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇമെയിൽ ID ഇവിടെ കാണിക്കും. അതല്ല ഇമെയിൽ ID കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ Gmail ID-യും പാസ്വേഡും എൻ്റർ ചെയ്ത് അതിൽ ലോഗിൻ ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ ഇമെയിൽ ID വെച്ച് ലോഗിൻ ചെയ്യുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു
ഇൻ്റർഫേസ് വരും. സൂം ഷുഡ് ലോഞ്ച് ഇൻ എ ഫ്യൂ സെക്കൻഡ്സ്, ഇഫ് നോട്ട് പ്ലീസ് ക്ലിക്ക് ബട്ടൺ ബിലോ. അപ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വന്നില്ല എന്നുണ്ടെങ്കിൽ വരേണ്ടതാണ്. വന്നില്ല എന്നുണ്ടെങ്കിൽ ലോഞ്ച് സൂം എന്ന് പറയുന്ന ആ പോർഷനിൽ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എൻ്റെ പ്രൊഫൈലായിട്ട് ഇത് ആഡ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് സൈൻ ഇൻ ചെയ്ത് കയറുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിനി ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ എൻ്റെ എംപ്ലോയീസിനെ അല്ലെങ്കിൽ എൻ്റെ കുട്ടികളെ അല്ലെങ്കിൽ സ്റ്റുഡൻസിനെയൊക്കെ എനിക്കൊരു മീറ്റിങ്ങിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി ഞാനിങ്ങനെ സൈൻ ഇൻ ചെയ്ത് കയറുന്നു. അതിനുശേഷം ന്യൂ മീറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഇവിടെ കാണുന്ന ന്യൂ മീറ്റിംഗ്. ഇപ്പോൾ ഇവിടെ കാണാം വീഡിയോ ഓൺ യൂസ് പേഴ്സണൽ മീറ്റിംഗ് ID PM. നിങ്ങൾക്കിവിടെ കാണാം ഒരു മീറ്റിംഗ് ID എന്ന് പറയുന്നത് കണ്ടോ. ഇത് ആരാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു മീറ്റിംഗ് ID പാസ്വേഡും ഒക്കെ ആരാണോ കണ്ടക്ട് ചെയ്യുന്നത് അവർ തരുമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ മീറ്റിംഗ് ID. ഇപ്പോൾ ഞാനാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഈ ഇൻവൈറ്റ് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ഈ മീറ്റിംഗ് ID ഞാൻ പറഞ്ഞു കൊടുക്കണം. ഇനി സ്റ്റാർട്ട് മീറ്റിംഗ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇത് വീഡിയോ ഓൺ രണ്ടും എനേബിൾ ആക്കിയിട്ടേക്കുക. എന്നിട്ട് സ്റ്റാർട്ട് മീറ്റിംഗ് പറഞ്ഞ് കൊടുക്കാം. സ്റ്റാർട്ട് മീറ്റിംഗ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കണക്റ്റിംഗ് ആവും. ഇപ്പോൾ എൻ്റെ വീഡിയോ ഓണായിരിക്കുകയാണ്, എൻ്റെ ക്യാമറ ഓണായിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാമെങ്കിൽ താഴെ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്ന 1 2 3 4 ലെഫ്റ്റ് സൈഡിൽ നിന്നും 4ാമത്തെ ഓപ്ഷനായ പാർട്ടിസിപ്പൻസ് അതിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് കാണിക്കാം. അതിൽ ലെഫ്റ്റ് സൈഡിലുള്ള ഇൻവൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏത് പ്ലാറ്റ്ഫോം വഴി, ഏത് സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ഏത് പ്ലാറ്റ്ഫോം വഴിയാണ് നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യേണ്ടത് അത് ഇവിടെ കാണിക്കും. അതിൽ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇപ്പോൾ കോപ്പി ഇൻവൈറ്റ് ലിങ്ക് അതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ കോപ്പി ഇൻവൈറ്റ് ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ക്ലിപ്പ് ബോർഡിലേക്ക് ഒരു ലിങ്ക് കോപ്പി ആയിട്ടുണ്ടാകും. അത് ഇനി നമ്മൾ മറ്റുള്ള നമ്മുടെ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസിന് വാട്സപ്പിലാണോ അതല്ല മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിലേക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ മെസ്സേജ് അയക്കാം, ഇമെയിൽ അയക്കണമെങ്കിൽ ഇമെയിൽ അയക്കാം. അപ്പോൾ ജസ്റ്റ് ബാക്ക് പോകുക, വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. നമുക്ക് ആർക്കാണോ അയക്കേണ്ടത് അത് ജസ്റ്റ് അവിടെ വെച്ചിട്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ലിങ്ക് പോകുന്നതായിരിക്കും. ഇങ്ങനെ ഒരു ലിങ്ക് അവർക്ക് പോകുന്നതായിരിക്കും. ഇനി അവരത് ജോയിൻ ചെയ്യണമെങ്കിൽ ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ കുറേ പ്ലാറ്റ്ഫോമുകൾ ഇവിടെ കാണിക്കും. നിങ്ങൾക്ക് മിക്കവാറും ഈ ക്രോം, സൂം മാത്രമേ കാണിക്കത്തുള്ളായിരിക്കും. ഇതൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ സൂം ആപ്ലിക്കേഷൻ അതിൽ സെലക്ട് ചെയ്യുക. സൂം ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മീറ്റിങ്ങിലേക്ക് നമുക്ക് അത് ഡയറക്റ്റ് കണക്റ്റായി വരുന്നതായിരിക്കും. കണ്ടോ, ഇപ്പോൾ നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ആ മീറ്റിങ്ങിലേക്ക് ഇൻവൈറ്റ് ആയിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ 2 മെത്തേഡ്. ഒന്ന് എങ്ങനെ നമുക്കൊരു മീറ്റിംഗ് കണ്ടക്റ്റ് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ലിങ്ക് അയച്ചു കൊടുത്ത ആൾ അത് ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വെയിറ്റിംഗ് റൂം, അഡ്മിറ്റ് എന്ന് പറയുന്ന 2 ഓപ്ഷൻ കാണിക്കും. അതിൽ അഡ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അയാളുമായിട്ട് നമുക്ക് ഈ മീറ്റിംഗ് കണക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ കാണുന്നുണ്ടാവും നിങ്ങൾ. അപ്പോൾ ഇങ്ങനെ മീറ്റിംഗ് നിങ്ങൾക്ക് ഇത് ഓപ്പണായി വരുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വോളിയത്തിൻ്റെ ബട്ടൺ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ലൗഡ് സ്പീക്കറിൽ കേൾക്കാം. ഇത് ഇൻഡുമാർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ലൗഡ് സ്പീക്കറിൽ കേൾക്കാൻ സാധിക്കില്ല. പിന്നെ അതുപോലെ ഈ മ്യൂട്ട് എന്ന് പറയുന്നത് എപ്പോഴും എനേബിൾ ആയിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ഡിസേബിൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയുന്നത് കേൾക്കാൻ സാധിക്കില്ല. ഓക്കെ, അതും എനേബിൾ ആക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ചാറ്റ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് അവരുമായിട്ട് ചാറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ മോർ എന്ന് പറയുന്ന 3 ഡോട്ട്സ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ്, മീറ്റിംഗ് സെറ്റിങ്സിലൊക്കെ പോകാൻ ചാറ്റ് ചെയ്യണമെങ്കിൽ അവരുമായിട്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കും. പേഴ്സണൽ ഇതെല്ലാവർക്കും ഈ ഗ്രൂപ്പ് കോളിലുള്ള എല്ലാവർക്കും കാണുന്ന രീതിയിൽ ചാറ്റ് ചെയ്യണമെങ്കിൽ എവരിവൺ പറഞ്ഞ് കൊടുക്കുക. അതല്ല പ്രൈവറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ പേര് ഏതാണോ അവിടെ പേര് കൊടുത്തിട്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് മാത്രം കൊടുക്കുക. അപ്പോൾ നമുക്ക് പ്രൈവറ്റ്ലി ചാറ്റ് ചെയ്യാം.
ഇനി വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ബട്ടൺ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യാമെങ്കിൽ മീറ്റിംഗ് സെറ്റിങ്സ് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് മീറ്റിംഗ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ കുറേ സെറ്റിങ്സ് ഉണ്ട്. എങ്ങനെയാണ് ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന ആൾക്ക് ഈ പാസ്വേഡ് അല്ലെങ്കിൽ മീറ്റിംഗ് ID കിട്ടുന്നത് എന്ന് നോക്കാം. നമ്മുടെ ഇൻ്റർഫേസ് ഓപ്പൺ ആയിരിക്കുമ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ മുകളിൽ ടോപ്പിൽ സൂം എന്ന് പറയുന്നത് കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഇവിടെ കാണിക്കാം. ഇതുണ്ടോ, പേഴ്സണൽ മീറ്റിംഗ് റൂം. ഇവിടെ നിങ്ങൾക്ക് മീറ്റിംഗ് ID, ഹോസ്റ്റ് ആരാണോ അയാളുടെ പേര്, പാസ്വേഡ്, ഇൻവൈറ്റ് ലിങ്ക് ഇതൊക്കെ കാണിക്കും. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇതെല്ലാം കാണിക്കുന്നതായിരിക്കും. നമ്മുടെ മീറ്റിംഗ് ID, അതുപോലെ ഹോസ്റ്റ് ആരുടെ പേരാണോ അവർ, പാസ്വേഡ്, ഇൻവൈറ്റ് ലിങ്ക് ഇതെല്ലാം കാണിക്കും, പാർട്ടിസിപ്പൻ്റ് ID. അപ്പോൾ മറ്റുള്ളവരെ ഇതിനകത്തോട്ട് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതെല്ലാം യൂസ് ചെയ്യാവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിൽ പറയാനുള്ളത്. ഇത് എൻഡ് ചെയ്യണമെങ്കിൽ, കോൾ എൻഡ് ചെയ്യണമെങ്കിൽ മുകളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, മുകളിൽ എൻഡ് കൊടുക്കുക. എൻഡ് മീറ്റിംഗ് ഫോർ ആൾ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് മീറ്റിംഗ് എൻഡ് ചെയ്യാൻ പറ്റും. അതല്ല നമുക്ക് സെപ്പറേറ്റ് മീറ്റിംഗ് ലീവ് ചെയ്യണമെങ്കിൽ ലീവ് മീറ്റിംഗ് കൊടുക്കുക. ഇത് എൻഡ് മീറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരുടെയും മീറ്റിംഗ് ക്യാൻസലാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക, ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ബൈ.